തീർച്ചയായും ഒരു അസാധാരണ നടപടിയിലേക്ക് കേരള സർവകലാശാല കടന്നിരിക്കുന്നു. ഈ ഭാരതാംബ വിവാദത്തിൽ വൈസ് ചാൻസലർ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ ഗവർണറോട്, ചാൻസലർ കൂടിയായ ഗവർണറോട് അനാദരവ് കാണിച്ചു. ഇതേ തുടർന്നാണ് സസ്പെൻഷൻ എന്നാണ് ഉത്തരവിൽ പറയുന്നത്. VC-യുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച്, സാധാരണ ഇത്തരത്തിൽ VC രജിസ്ട്രാർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ 2 അധികാര കേന്ദ്രങ്ങളാണ്. ഈ 2 അധികാര കേന്ദ്രങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അതിൽ രജിസ്ട്രാർക്ക് ഭരണപരമായ കാര്യങ്ങളും VC-ക്ക് യൂണിവേഴ്സിറ്റിയുടെ പൂർണ്ണ നടത്തിപ്പുമാണ് സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി നടപടിക്രമം അനുസരിച്ച് ചുമതലയായി വരുന്നത്. ഇത്തരത്തിൽ VC-യും രജിസ്ട്രാറുടെ നിയമനം എന്ന് പറയുന്നത് തന്നെ സിൻഡിക്കേറ്റ്, അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റിന്റെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം മാത്രമാണ് രജിസ്ട്രാറുടെ നിയമനത്തിലേക്ക് വരെ എത്താൻ കഴിയുക. എന്തായാലും അസാധാരണമായ നടപടിയിലേക്ക് ഇപ്പോൾ മോഹനൻ കുന്നുമേൽ കടന്നിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC കൂടിയായ മോഹനൻ കുന്നുമേൽ KS അനിൽകുമാർ ഇപ്പോൾ ആദ്യഘട്ട 5 വർഷത്തെ രജിസ്ട്രാർ ചുമതല പൂർത്തിയാക്കി വീണ്ടും നീട്ടിക്കൊടുത്ത ആൾക്കാണ്. KS അനിൽകുമാറിന് വീണ്ടും രജിസ്ട്രാർ പദവി നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. രജിസ്ട്രാർ ഭാരതാംബ വിവാദത്തിൽ, അതായത് നമുക്കറിയാം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുകയും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളെ തുടർന്ന് പരിപാടി അവിടെ നടത്താൻ പാടില്ല, പരിപാടി ഞങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ള അറിയിപ്പ് രജിസ്ട്രാർ നേരെ രാജ്ഭവനെ വിളിച്ചറിയിക്കുന്നു. ആ രാജ്ഭവനെ വിളിച്ചറിയിച്ചത് ഇത്തരത്തിൽ രജിസ്ട്രാർ ചെയ്തത് ചാൻസലർ എന്ന ഗവർണറോടുള്ള അനാദരവാണ് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും അസാധാരണമായ നടപടിയിലേക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ തർക്കം കടന്നിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി VC തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച്, ഇത് അസാധാരണമാണ്. ഇതുവരെ കേരള ചരിത്രത്തിൽ VC ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ഉണ്ടായിട്ടില്ല. ആ നടപടിയിലേക്ക് VC കടന്നിരിക്കുന്നു.